നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം രമാദേവി. നമസ്കാരം. നമസ്കാരം. ഇതെങ്ങനെ മനസ്സിലായി എന്നുള്ളതാ ഒറ്റ നോട്ടത്തിൽ വല്ല ചോദിച്ചറിയാവോ? ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. തെറ്റുണ്ടെങ്കിൽ പ്രതികരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ഹേമ കമ്മീഷന്റെ കുറേ വിഷയങ്ങളുണ്ട്. സാന്ദ്രയുടെ പ്രസ് മീറ്റ് ആയിരുന്നു. അതിൽ അംഗത്വമില്ലാത്ത പ്രൊഡ്യൂസേഴ്സിനെ മീറ്റിങ്ങിന് അവിടെ വിളിച്ചു വരുത്തി കുടിക്കുന്ന ചായക്ക് വരെ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയിക്കൊണ്ടിരുന്നത്. വിജയ് ബാബുവിന് ഈ പ്രൊഡക്ഷനുമായിട്ടുള്ള A to Z കാര്യങ്ങൾ അറിയാം. ജസ്റ്റ് എന്നെ ഒന്ന് കോൾ ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ തിരക്കിയിട്ടല്ലേ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടുള്ളൂ. സമൂഹത്തിലുള്ള പല സ്ത്രീകളും പറയുന്നുണ്ട് എൻ്റെ ആ സാഹചര്യത്തിൽ അവരെന്നെ ദുരുപയോഗം ചെയ്തു. വിവാഹത്തിന് മുന്നുള്ള ഒരാഗ്രഹം മദ്യപിക്കാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ നന്നായി കൊള്ളാമായിരുന്നു. പക്ഷെ അത് ഓർക്കുമ്പോഴും കണ്ണ് നിറയുന്നു. Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. തൻ്റെ 29 വർഷക്കാലം സീരിയലിൻ്റെ പ്രൊഡ്യൂസറായി നിലകൊള്ളുകയും ആ 29 വർഷക്കാലം താൻ അനുഭവിച്ച യാത്രകളും താൻ അനുഭവിച്ച സന്തോഷങ്ങളും വിജയങ്ങളും പങ്ക് ചേരുവാൻ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞു കൊട്ടാരമായിരുന്നു. ഇവിടെ ഞങ്ങൾ കയറി വന്നപ്പം തന്നെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുകയും പക്ഷെ മുഖത്ത് ചെറിയൊരു ഗൗരവം നമുക്ക് തോന്നും. ആ ഗൗരവക്കാരിയാണോ അല്ലോ പാവമാണോ നമുക്ക് ചോദിച്ചറിയാം. രമാദേവി, നമസ്കാരം. നമസ്കാരം. എന്നെ കുറിച്ചുള്ള അപവാദം മാത്രം പറയല്ലേ ഞാൻ. പിന്നെന്താ, ഇത് ചായയാണ് അല്ലേ? തെറ്റിദ്ധരിക്കരുത് ചേച്ചി. ഓക്കെ. ഈ ഏതൊരു വ്യക്തിയും ഒരു വീട്ടിൽ വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഓരോ രീതികളുണ്ടല്ലേ? ഉറപ്പായിട്ടും ആ ട്രീറ്റ് ചെയ്തതിലാണ് ഇനി ഇത്രയും പവർ കിട്ടിയത് ഇൻട്രോയ്ക്ക്. ആണോ? അപ്പൊ ആദ്യം തുടങ്ങിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാണുമ്പോൾ ഒരു ഗൗരവക്കാരിയെന്ന് ഫേസിൽ തോന്നും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ജാടക്കാരിയാണ്, ഗൗരവമുണ്ട്, പക്ഷെ ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പം വെറും പാവം? സത്യം, എനിക്കത് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാ ഒറ്റ നോട്ടത്തിൽ വല്ല ചോദിച്ചറിയാവോ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നെ അറിയാത്ത എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാൾ പറയൂ ഭയങ്കര എൻ്റെ അടുത്തോട് അടുക്കത്തേ ഇല്ല, ഭയങ്കര ജാടയാണ്, ഭയങ്കര എന്താണ് മൊട, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരുത്തേ ഇല്ല. എന്നോടൊന്ന് സംസാരിക്കാൻ പോലും മടിയാണ്. പക്ഷെ ഞാൻ ആലോചിക്കാതെ എന്താണ് അങ്ങനെ, ഞാൻ വളരെ പാവമല്ലേ. അഹങ്കാരി എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടായിരിക്കും. ഞാൻ വളരെ പാവമാണ്. അതെന്താണെന്നല്ല, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി വല്ലാത്ത ഒരു ഗൗരവം തന്നു. ചേച്ചി, മറ്റുള്ളവർ ഉള്ളൊന്ന് അറിഞ്ഞ എല്ലാവരും പാവങ്ങളല്ലേ? അതെ 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 അതെ. അറിയാത്ത പക്ഷമാണ് ആൾക്കാർ പല രീതിയിലും ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ അങ്ങനെയാണ് പലരെയും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അതെ, എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഒരേ വൈബ് കേട്ടോ. താങ്ക് യു ചേച്ചി. ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ 29 വർഷക്കാലം അല്ലേ? അത് 29 വർഷക്കാലം സീരിയലിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ ഒന്ന് സ്ത്രീയാണ്. ഞാൻ സ്ത്രീയും പുരുഷനെ താരതമ്യം ചെയ്യൂല, എന്നാലും പല ലാഭനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്കിതിൽ ഇറങ്ങിത്തിരിക്കണം. ആ ഇറങ്ങിത്തിരിച്ചതിൽ ഉത്തമ ഉദാഹരണമാണ് 29 വർഷം. അപ്പം രമാദേവി എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? വന്ന വഴികളിലുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു? തുടക്കം ഇപ്പം പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞ പോലെ 28-29 വർഷത്തോളമായി ഈ ഇൻഡസ്ട്രിയിൽ. ഫസ്റ്റ് ഞങ്ങൾ ഗ്രൗണ്ട് അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു, അതായത് പ്രിൻ്റ് അങ്ങനത്തെ. പിന്നെ ദൂരദർശൻ വന്ന ആ കാലഘട്ടം തൊട്ട് അഡ്വർടൈസ്മെൻറ്റ്, സ്റ്റാർട്ടിങ് അഡ്വർടൈസ്മെൻറ്റിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ സെയിം ടൈം തന്നെ പ്രൊഡക്ഷൻ, ദൂരദർശനായിരുന്നു ഓൺ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഈ അഡ്വർടൈസ്മെൻറ്റ് പ്ലസ് റിലീസും ഉണ്ടായിരുന്നു, മേക്കിംഗ് ആൻഡ് റിലീസ്. വലിയ മെയിൻ ക്ലയൻസ്, ഭീമ പോലുള്ള മെയിൻ ക്ലയൻസ് ആയിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ തന്നെ അഡ്വർടൈസ്മെന്റ് അന്നൊക്കെ സ്പോൺസേർഡ് പ്രോഗ്രാം ആണല്ലോ ദൂരദർശൻ. അതെ അതെ. ഇപ്പം ഞാൻ പ്രൊഡ്യൂസർ ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ സ്പോൺസർഷിപ്പിലൂടെയാണ് അതിൻ്റെ റവന്യൂ ഉണ്ടാക്കുന്നത്. ഭയങ്കര എന്ന് വെച്ചാൽ ഡബിളാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല, മറ്റേത് ഡബിൾ ടെൻഷനുള്ളൊരു കാര്യമാണത്. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ നമുക്ക് മാത്രമല്ല മറ്റ് പുറത്തുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനും നമ്മളെ അറിയാം, ഒരുപാട് പേരുടെ പ്രോഗ്രാംസ് നമ്മൾ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടന്ന് ആ കാലഘട്ടം തൊട്ട് പിന്നീട് ഏഷ്യാനെറ്റ് വന്നു, ഏഷ്യാനെറ്റിലായി, അങ്ങനെ ഓരോരോ ചാനലിലേക്ക് വന്ന് എല്ലാ ചാനലിലും. ഈ ഏഷ്യാനെറ്റിൽ തുടക്കം കുറിക്കുന്ന എന്ത് പ്രോഗ്രാമായിരുന്നു? ഏഷ്യാനെറ്റ് ജഗദീഷ് TV എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമായിരുന്നു നമ്മൾ ഓൺ പ്രൊഡക്ഷനിൽ വന്നത്. പിന്നെ അതിനൊക്കെ മുന്നേ ഒരുപാട് സ്പോൺസർഷിപ്പ് സ്പോൺസേർഡ് പ്രോഗ്രാം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരുവിധപ്പെട്ട ഇന്ന് ഇൻഡസ്ട്രിക്കകത്തുള്ള ആൾക്കാരുടെ വളരെ പോപ്പുലറായിട്ടുള്ള ആൾക്കാരുടെ അന്നൊക്കെ ടെലിഫിലിമുണ്ട്, ഹാഫ് ആൻ അവർ പ്രോഗ്രാം.
ആ പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്താണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ ഓഫീസിൽ വരികയും അവരുമായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ ബന്ധങ്ങളുണ്ടായിരുന്നു, നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള താരങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും, അതാരൊക്കെയായിരുന്നു? സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ പേര് പറഞ്ഞു, സുരാജ് വെഞ്ഞാറമൂട്. ഓക്കെ, സുരാജിൻ്റെ പേര് പറയാം. സുരാജിൻ്റെ ഒരു ടെലിഫിലിം ഞങ്ങൾ കൈരളി സുരാജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സുരാജിൻ്റെ ഒരു ടെലിഫിലിം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതായിരുന്നത്. സുരാജായിരുന്നു അതിനകത്തിൽ അഭിനയിച്ച് ഞങ്ങൾ തന്നെ അത് പിന്നെ സ്പോൺസർഷിപ്പ് എടുത്ത് ടെലികാസ്റ്റ് ചെയ്യും. പിന്നെ നല്ല ബന്ധമാണ്. സുരാജ് എപ്പോൾ വിളിച്ചാലും ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയും, ഞാൻ മറന്നില്ല, റിസപ്ഷനിൽ വന്നിരുന്ന് സംസാരിച്ചതൊക്കെ മറന്നില്ല എന്ന് പറയും. നല്ല ബന്ധമാണ്. ഞങ്ങൾ കാണുമ്പോഴൊക്കെ പഴയ കാര്യങ്ങൾ അദ്ദേഹം ഓർക്കാറുണ്ട്. നല്ല ബന്ധമാണ്. ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എത്രമാത്രം റിസ്ക് എലമെൻ്റ് ഉണ്ട് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച്? റിസ്ക് മാത്രമല്ലേ ഉള്ളൂ, റിസ്ക് മാത്രമേ ഉള്ളൂ. ആ റിസ്ക് എടുക്കുക, എനിക്ക് പണ്ടേ റിസ്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. റിസ്ക് എടുക്കാത്തവരെ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല. ഇല്ല, എനിക്ക് അതിനേക്കാൾ കൂടുതലായിരുന്നു ഈ പ്രൊഡ്യൂസർ എന്ന ലെവലില് റിസ്ക് അല്ലേ? അതെ. അല്ല, പിന്നെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫണ്ട് പോയിട്ടുണ്ട്. പല ക്ലയൻസും പേയ്മെൻറ്റ് തരാതെ നമുക്ക് ക്രെഡിറ്റ് പീരീഡ് ഉണ്ടല്ലോ. ആ ക്രെഡിറ്റ് പീരീഡ് കഴിയുമ്പം ഇവർ ചിലപ്പം ക്ലയൻറ്റ് പേയ്മെൻറ്റ് തരാതൊക്കെ പറ്റിക്കുകയും നമ്മളത് മേക്കപ്പ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഒരു സിനിമയ്ക്കല്ല, ഒരുപാട് 3-4 സിനിമയ്ക്കുള്ള സ്റ്റോറിയുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ പറയില്ലേ, നമ്മൾ ഒരു റിസ്ക് എടുത്തെങ്കിലേ നമുക്കൊരു ഉയർച്ചയിലോട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മൾ അത് റിസ്ക്കാണ്, ഇത് അങ്ങോട്ട് തൊട്ടാൽ പേടി, ഇങ്ങോട്ട് തൊട്ടാൽ പേടി, അങ്ങനെയൊന്നും നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു സർക്കാർ ഉദ്യോഗം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് രാവിലെ പോവുക, അവർ ഗവൺമെൻറ് അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുപോലെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്കെന്ന് പറഞ്ഞാൽ രാവിലെ പോയാൽ ചിലപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് ഷൂട്ടിംഗ് ഒരു പൈലറ്റ് എപ്പിസോഡിൻ്റെ സമയമൊക്കെ രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 12 മണി, ചിലപ്പോൾ നൈറ്റ് ഷൂട്ട് പോയ ഏർലി മോർണിംഗ്, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അതെ, 24/7. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ലൊക്കേഷനിൽ പോകാൻ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും കോൾ വരുന്നത്. അയ്യോ, അതിങ്ങനെ ആ ആർട്ടിസ്റ്റിന് ഇങ്ങനെ പറ്റി, അല്ലെങ്കിൽ അവർ തല ഇറങ്ങി വീണു, അവർക്ക് വേറെ എന്തെങ്കിലും പറ്റി, ആക്സിഡൻറ്റ് പറ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ നിൽക്കണം. ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഉള്ളത് യാഥാർത്ഥ്യമാണ്. സത്യം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ആരൊക്കെ നമ്മുടെ ചുറ്റിനുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളേ ഉള്ളൂ. ഒരാവശ്യം വരുമ്പോൾ നമ്മളൊന്ന് കിടന്നു പോയാൽ അവിടെ ആരുണ്ടെന്നുള്ളത് നമ്മൾ 10 വട്ടം ചിന്തിക്കണം. നടക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, കിടക്കുമ്പോൾ ആരുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല, അല്ലേ? അത് നമുക്കറിയില്ല. അതിപ്പോൾ ഈവൻ എല്ലാവരുടെയും കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ഒരു വാല്യൂ ഇല്ലാതായിപ്പോ. അപ്പം അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന നടക്കുന്ന കൂട്ടത്തിൽ മരിക്കണേന്നാ. കിടത്തല്ലേ എന്ന് പറയും. ഇവിടെയാണോ? ഇവിടെ ഞാനും എൻ്റെ 2 മക്കളും അമ്മയും. പണ്ട് മുതലേ ഇവിടെ തന്നെ ആയിരുന്നു സെറ്റിൽഡ്? അല്ലല്ലോ. അല്ല, എൻ്റെ നാട് ആക്ച്വലി നൂറനാട് എന്ന് പറഞ്ഞ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട് ട്രിവാൻഡ്രത്ത് പൂജപ്പുരയായിരുന്നു. അദ്ദേഹം പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ സെറ്റിലായി. 35 വർഷമായി സെറ്റിലായി. അപ്പം പൂജപ്പുരയായിരുന്നു. പിന്നീട് ഞങ്ങൾ ജഗതിയിൽ വീട് വെച്ചു. ആ വീട് ഇപ്പോൾ ഷൂട്ടിന് കൊടുത്തിരിക്കുകയാണ്. സീരിയൽ ഷൂട്ട് എൻ്റെ പ്രോജക്റ്റ് തന്നെ ഷൂട്ട് ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ആൾക്കാരൊക്കെ വരുമ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് ഇവിടെ സെറ്റിലായി. ഏകദേശം ഇതൊരു 1.5 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. പിന്നെ ഞാൻ പറയാം, എൻ്റെ ഒരു നാടെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഒരുപാട് പേര് അവിടുന്ന് അയ്യോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഈ യൂട്യൂബൊക്കെ വന്നതോടുകൂടി ഒരുപാട് പേര് പിള്ളേർ പയ്യന്മാർ, എനിക്കതിന് അതിശയം. സത്യം, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ ആണ്ടിലൊരിക്കലും ഒരു സിനിമയ്ക്ക് കൊണ്ടുവന്ന വീട്ടിൽ അയ്യോ അപ്പം വർഷത്തിലൊരിക്കൽ ഒരു സിനിമ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഓണത്തിന്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കലാബോധം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു സാധ്യതയില്ലാത്ത സ്ഥലമാണത്. അവിടെ നിന്നാണ് അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നല്ല ലൈഫായിരുന്നു. ഏകദേശം ഒരു 18 വർഷത്തോളം നല്ല ലൈഫായിരുന്നു. 2 കുട്ടികളുണ്ട്. മൂത്താൾ കൊച്ചിയിലുണ്ട്, ഇളയാൾ ബാംഗ്ലൂർ പഠിക്കുന്നു.
അപ്പം പിന്നീട് ഒരു 18 ഇയേഴ്സൊക്കെ ആയപ്പം ഞങ്ങൾ സെപ്പറേറ്റ് ആയി. അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹം ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ എൻ്റെ മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ, ഭയങ്കര കഴിവുള്ള ആളാണ്. പുള്ളിയുടെ കൂടെ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. പിന്നെ സാഹചര്യം പ്രതികൂലമായപ്പം കൂടുതൽ എനർജിയോടെ പഠിക്കാൻ തുടങ്ങി, ആക്റ്റീവായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ശരിക്കും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ലൈഫിൽ ഒരു തവണ ഒറ്റപ്പെടണമല്ലേ? ഉറപ്പായിട്ടും ഒറ്റപ്പെട്ടാലേ നമ്മൾ ഏത് സാഹചര്യം തരണം ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ കുറയും. ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്ത് നമുക്ക് ഫേസ് ചെയ്യാം. ഒരു അനുഭവം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫേസ് ചെയ്യാൻ പറ്റും. ഈ സെപ്പറേറ്റ് ആകുന്ന സമയത്ത് ലൈഫിൽ സന്തോഷത്തിൻ്റെ തുടക്കത്തിൽ ചിന്തിച്ചിരുന്ന ഇങ്ങനെ ഒരു അനുഭവം വരുമെന്ന് ചെയ്തു? ഒരിക്കലും ഇല്ല. ഇന്ന് ഓർക്കുമ്പോഴും ആ കണ്ണ് നിറയുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 2.5 വർഷം പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പട്ടാളക്കാർ, പിന്നെ ഗൾഫുകാർ, അതൊക്കെയാണ് ഭയങ്കര പോപ്പുലർ. അല്ലാതെ ഈ സിനിമാ താരങ്ങൾക്കൊന്നും ഒരു വാല്യൂ. പുള്ളി അദ്ദേഹം പ്രൊഫഷണൽ നാടക എഴുതുന്ന ആളായിരുന്നു. അപ്പം അതൊട്ടും താല്പര്യമില്ല. അയ്യോ, അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ എൻ്റെ വീട്ടിൽ സർക്കാർ ഉദ്യോഗം, ഗൾഫുകാർ, അപ്പം അങ്ങനത്തെ ഇതിലാണ് എൻ്റെ വീട്ടുകാർ ഒരു എല്ലാം മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഒരു കസിൻ ബ്രദർ വഴി പുള്ളിയുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് കണ്ട്, അപ്പോൾ 2.5 വർഷം പിന്നെ വീട്ടിൽ കല്യാണം നടത്തി തരുമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത്, അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങ് അടുത്തു. അതാണ് സംഭവിച്ചത്. പിന്നെ 2.5 വർഷമൊക്കെ ആയപ്പോൾ വേറെ കല്യാണം നടക്കുന്നില്ല എന്ന് കണ്ടപ്പം എൻ്റെ വല്യച്ഛൻ മരിച്ചുപോയി. വല്യച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ ബന്ധം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കല്യാണം നടത്തിയത്. എല്ലാവരും നല്ല അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 18 നല്ല ലൈഫായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയും ഞങ്ങൾ മാതൃകാ ദമ്പതികളാണെന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയും. അത്രയും നല്ല ലൈഫും അത്രയും നല്ല ജീവിതവുമായിരുന്നു. ആൾ മിടുക്കനായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുന്നത്, ഭയങ്കര ക്രിയേറ്റീവായിരുന്നു. പിന്നീട് ഒരു താളപ്പുഴ വന്നു. ഓട്ടെ അപ്പം അങ്ങനെ പിന്നെ എപ്പോഴും നല്ലത് എന്താണ്, എവിടെയെങ്കിലും ഒരു താളപ്പുഴ വന്നാൽ രണ്ടിടത്ത് ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നിച്ച് നിൽക്കുമ്പോൾ എപ്പോഴും പിന്നെ പ്രശ്നങ്ങളായിരിക്കും അല്ലേ. അതിനൊക്കെ നല്ല സെപ്പറേറ്റായിട്ട് നിൽക്കുമ്പം അവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല, നമ്മൾ ഈ തമ്മിത്തല്ലി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും പൊരുത്തപ്പെട്ടു പോകുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ആകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ വിഷയത്തിലോട്ട് വരുമ്പോൾ, ഓക്കെ, ഹേമ കമ്മിറ്റി മുതൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഇപ്പോൾ ലാസ്റ്റ് നടന്നൊരു പ്രശ്നത്തിൽ വരെ നമ്മൾ കണ്ണിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒന്ന്, എൻ്റെ ചോദ്യം ഗ്രൂപ്പിസം ഉണ്ടോ? 2, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ ഒരാളുടെ മുന്നിൽ കൈ ചൂണ്ടിയാൽ, അല്ലെ നമുക്ക് സംസാരശേഷിയുണ്ട്, നമ്മൾ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റുകാരാവുകയാണോ അതോ മിണ്ടാതിരിക്കണോ? അങ്ങനെ ഞാൻ പറയത്തില്ല, മിണ്ടാതിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ തെറ്റുണ്ടെങ്കിൽ പ്രതികരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് നമ്മുടെ റൈറ്റ്സ് പറയാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമുണ്ട്, നിയമമുണ്ട്. പക്ഷെ അത് തെറ്റ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയോ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുകയോ ചെയ്യുന്ന തെറ്റിനാണെങ്കിൽ അത് 100% അത് ശരിയായിരിക്കും. കാരണം ഞാൻ കണ്ട, എന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ അജി എന്നെക്കുറിച്ചൊരു പരാമർശം നടത്തി. ഓക്കെ, ഒരു മീറ്റിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ പൊതുസ്ഥലത്തായിക്കോട്ടെ ഒരു പരാമർശം നടത്തി. ഞാനത് കേട്ടില്ല. അജി പരാമർശം നടത്തിയത് കൂടെ ഇരിക്കുന്ന ഫ്രണ്ടിൻ്റെ അടുത്തായിരിക്കാം. അതിൻ്റെ അപ്പുറത്തിരുന്ന ഒരാളത് കേട്ടിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഇന്ന രീതിയിൽ അവിടെ സംസാരിച്ചു. അത് കേട്ടിട്ട് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും, എല്ലാവരും അതുപോലെ ആകണമെന്നില്ല. പക്ഷെ എന്താണെന്നറിയാമോ, ഇപ്പം അജി പറയുന്ന കാര്യം അടുത്തിരിക്കുന്ന ആളോട് പറയുന്നത് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളാണ് കേട്ടെ. അയാൾ ചെന്ന് ഈ ആളോട് പറയണമെങ്കിൽ ആ ആളിനൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ഉറപ്പായിട്ടും
ഈ രണ്ടുപേരോടും അയാൾക്ക് വെറുപ്പായിരിക്കും, ശത്രുതയായിരിക്കും. അയാളുടെ മനസ്സിൽ ഒരു ഇൻറ്റൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ എന്നോട് വന്നത്. അയാൾ പറയുമ്പം അയാളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും കൂടെ ആഡ് ചെയ്തേ പറയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത് കാഠിന്യം കൂടും. അത് കേൾക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് സത്യമാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സത്യാവസ്ഥ, ആ ഹോണ്ടിങ്ങിൽ നമ്മൾ പ്രതിഷേധിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കേട്ട കാര്യവും നമ്മൾ കണ്ട കാര്യവും, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട കാര്യവും നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേട്ട കാര്യത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ഡിസ്പ്യൂട്ടുകളില്ലാതെ നീ അന്ന് ഇങ്ങനെയല്ലേ ചെയ്ത, നീ അന്ന് ഇങ്ങനെയല്ലേ പറഞ്ഞതെന്ന് നമുക്ക് വിരൽ ചൂണ്ടി ആ ആളിനോട് ചോദിക്കാൻ പറ്റും, അല്ലേ? അതെൻ്റെ പോളിസിയാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ഞാൻ അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിലെ കാര്യമായാലും എന്താ പറയുക, എൻ്റെ ഫാമിലിയിലുള്ള നടന്ന കാര്യങ്ങളിലായാലും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കാണാതെ ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ചെവി കൊണ്ട് കേൾക്കാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മറ്റൊരാളെ യൂട്ടിലൈസ് ചെയ്യാൻ ചില ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അവർക്കിത് ഇറങ്ങി നിന്ന് പല കാര്യങ്ങളും പറയാനോ ചെയ്യാനോ പറ്റത്തില്ല. ഇപ്പോൾ ഒരു സംഘടന, ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയാം. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം, പ്രൊഡ്യൂസറായ ചേച്ചിയോടാണ് ചോദിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇന്ന് മലയാള സിനിമയിൽ പ്രൊഡ്യൂസറായ സാന്ദ്ര തോമസിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന് കാരണം ചേച്ചി അറിഞ്ഞു കാണുമായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു മാറ്റി നിർത്തലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ എന്ന രമാദേവി എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന് എന്താ പറയുള്ളത്? ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ നിയമപരമായിട്ട് ആലോചിച്ചതിന് ശേഷമാകാം. എന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലൈൻറ്റ് പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്തിൽ. അപ്പം അതിൻ്റെ വന്ന് CCTV ദൃശ്യങ്ങളൊക്കെ അസോസിയേഷനിൽ വന്ന് നോക്കിയായിരുന്നു. അത് പോലീസ് വന്നെല്ലാം ചെക്ക് ചെയ്തു. അതിനകത്തിൽ പ്രത്യേകിച്ച് ഈ കംപ്ലൈൻറ്റിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം അതിനകത്തിൽ അങ്ങനെയുള്ള യാതൊരുവിധ മോശമായിട്ടുള്ള വർത്തമാനങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലായിടത്തും ഇപ്പോൾ CCTV ഇരിക്കുകയല്ലേ. അപ്പം അതിലൊന്നും നിയമത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആണ് അവർ മാറ്റി നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്, സാന്ദ്രേ. പക്ഷെ എന്താണെന്നറിയാം, അതിനകത്തിൽ എനിക്കൊരു വലിയ അനുഭവമുണ്ട് അജി. കാരണം വെച്ചാൽ അനുഭവമുണ്ട്. എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞാൻ ഈ ഇലക്ഷനും പിന്നെ എന്തെങ്കിലും ഇത്ര എമർജൻസി ആയിട്ടുണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ ലാസ്റ്റ്ലി ഹേമ കമ്മീഷൻ്റെ ഇത് വന്നപ്പം അവർ അവിടുന്ന് അജിത് തോമസും അനിൽ തോമസും പിന്നെ സെക്രട്ടറിയാണ് പുള്ളി. അപ്പോൾ അവിടെ നിന്ന് 1-2 പേര് എന്നെ വിളിച്ചു, ഓഫീസിൽ നിന്നും വിളിച്ച് പറഞ്ഞ് അത്യാവശ്യമായിട്ട് വരണം, ഇത് വനിതാ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, എന്താണ് ഹേമ കമ്മീഷനുമായിട്ട് അതിൻ്റെ പോയിൻറ്റ്സുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ എങ്ങനെയായാലും വരണം, എത്തണം. ഞാൻ പല എക്സ്ക്യൂസുകളും പറഞ്ഞു നോക്കി. പക്ഷെ അവർ പറഞ്ഞു എങ്ങനെയായാലും എത്തണം, അതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ തല കൂടുതൽ എണ്ണം കാണണം എന്നൊക്കെ പറഞ്ഞ് ശരി ഞാൻ പോയി മീറ്റിംഗ്. ഞാൻ പോയതല്ലാതെ ഞാൻ ഒരു അക്ഷരം ഞാൻ സംസാരിച്ചില്ല. കാരണം എനിക്കവിടെ പ്രത്യേകിച്ച് സംസാരിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല വിഷയം. ഈ ഹേമ കമ്മീഷൻ്റെ കുറേ വിഷയങ്ങളുണ്ട്, അതെല്ലാവരും നമ്മളെല്ലാവരും കാണുന്ന വിഷയങ്ങളാണ്. പിന്നെ അപ്പം ഇങ്ങനെ ഹേമ കമ്മീഷനെ കുറിച്ച് അവിടെ സാന്ദ്ര അഭിപ്രായപ്പെട്ടതെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. സാന്ദ്ര ഉണ്ടായിരുന്നു, പിന്നെ ഷീല തോമസ് ഉണ്ടായിരുന്നു, വേറെ ഷെർഗ ഉണ്ടായിരുന്നു, ഷെർഗയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, വേറെ പ്രൊഡ്യൂസർ ലേഡി പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അത്രയും പേരെ ഡയറക്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഉള്ളൂ, ബാക്കിയൊക്കെ ബിനാമി പ്രൊഡ്യൂസേഴ്സാണെന്ന് പറഞ്ഞവർ. അപ്പം പിന്നീട് ഈ മീറ്റിംഗ് കഴിഞ്ഞു, ഞാനപ്പോൾ അകത്ത് പോയി കുറച്ച് സമയം ഇരുന്ന് രാകേഷിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. അത് വേറൊന്നുമല്ല, എൻ്റെ അസോസിയേഷനും ഞാനുമായിട്ടുള്ള ഒരു അവിടുത്തെ വേറൊരു പ്രൊഡ്യൂസറുമായിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ പോയത്. അപ്പം കുറച്ച് സുരേഷ് കുമാറൊക്കെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സംസാരിച്ചിട്ട് വെളിയിൽ വന്നപ്പോൾ സുരേഷ് ചേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാന്ദ്രയുണ്ട്. അപ്പോൾ സാന്ദ്ര മറ്റവരും ശരിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഒരു പ്രസ് മീറ്റ് കണ്ട്. ഇതിന് സാന്ദ്രയുടെ പ്രസ് മീറ്റായിരുന്നു. അതിൽ അംഗത്വമില്ലാത്ത ലേഡി പ്രൊഡ്യൂസർ, അംഗത്വമില്ലാത്ത പ്രൊഡ്യൂസേഴ്സിനെ മീറ്റിങ്ങിന് അവിടെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് അവർക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി, അംഗത്വമില്ലാത്ത പ്രൊഡ്യൂസേഴ്സിന്. അപ്പം ഞാൻ ഇതൊന്ന് കേട്ടു, പക്ഷേ എനിക്ക് അന്നേരം കത്തിയില്ല ഈ പ്രശ്നം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഈ അംഗത്വമില്ലാത്തെന്ന് പറഞ്ഞ കാരണം അവിടെ ഇരുന്ന് എല്ലാവരും അംഗത്വം ഉള്ളതാണല്ലോ. അതിൽ രമാദേവി ഉൾപ്പെടെ ഉൾപ്പെടും. വിളിച്ചു വരുത്തി
വിളിച്ചു വരുത്തി അവർക്കെതിരെ പ്രവർത്തിക്കാൻ വിളിച്ചു വരുത്തി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഞാനപ്പം അവിടെ പിന്നെ ഷീല എന്ന് പറഞ്ഞൊരാൾ പ്രൊഡ്യൂസർ, ഷീല തോമസ്. അപ്പോൾ ഞാൻ ഷീലയെ വിളിച്ച് ചോദിച്ചു, ഷീലെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ അംഗത്വം ഇല്ലാത്ത ലേഡി പ്രൊഡ്യൂസർ ആരാണ്? വെറും പ്രൊഡ്യൂസർ, അംഗത്വം ഇല്ലാത്ത വെറും പ്രൊഡ്യൂസർ അതാരാണ്? അതാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് രമയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഷീല എനിക്ക് 2017 അവിടെ അംഗത്വമുള്ള ആളാണ് ഞാൻ. പിന്നെ സന്ദീപ് സേനൻ്റെ പാനലിൽ ഞാൻ വോട്ട് ചെയ്ത ആളാണ്. അന്ന് ഞാൻ ഷീല കണ്ടല്ലോ അവിടെ വെച്ച്. പിന്നെ എങ്ങനെ അംഗത്വം ഇല്ലാത്ത ഒരാളെങ്ങനെയാണ് വോട്ട് ചെയ്യാൻ വരുന്നത്? ഞാൻ എങ്ങനെ വോട്ട് ചെയ്യാൻ വരാം? അംഗത്വം ഇല്ലെങ്കിൽ എനിക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വോട്ട് ചെയ്തു, ഇവരെല്ലാവരും എന്നെ വിളിച്ച് വോട്ട് ചോദിക്കാനും വിളിച്ചു, വന്നപ്പോഴും എന്നെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ചു. എല്ലാം എന്നെ അവിടെ ഉള്ളവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അപ്പം ഷീല പറഞ്ഞു, ഞാൻ എന്നാ സാന്ദ്രയെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സാന്ദ്രയെ കണക്ട് ചെയ്തു. സാന്ദ്രയ്ക്ക് എന്നെ നേരത്തെ, അപ്പോൾ സാന്ദ്ര പറഞ്ഞു, ചേച്ചി എനിക്ക് ചേച്ചിയെ നേരത്തെ അറിയാം, ചേച്ചിയോട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ചേച്ചിയോട് ഒരു വിരോധവും ഇല്ല. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു, സാന്ദ്ര എന്തിനാണ് അത് അങ്ങനെ സംസാരിച്ചത്? എനിക്ക് അംഗത്വം ഇല്ലെന്ന് സാന്ദ്രയോട് ആരാ പറഞ്ഞത്? അയ്യോ ചേച്ചി ഞാൻ അങ്ങനെ അറിഞ്ഞു, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഒന്നിയിൽ അത് സാന്ദ്ര ഒന്നിയിൽ എന്നോട് ചോദിക്കണം, അതല്ലെങ്കിൽ അസോസിയേഷനിൽ ചോദിക്കണം, ഈ സ്ത്രീക്ക് അംഗത്വമുണ്ടോ, രമാദേവിക്ക് അവിടെ അംഗത്വമുണ്ടോ എന്ന് ചോദിക്കണം. അതൊന്നും ചോദിക്കാതെ നമ്മളൊരു പത്രമാധ്യമത്തിൽ, അതായത് പ്രസ് മീറ്റ് പോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് പറയുമ്പോൾ ഭയങ്കരമായിട്ടത് അഫക്റ്റ് ചെയ്യത്തില്ലേ? ഇപ്പം ഇത് കാണുന്ന എനിക്ക് എന്നെക്കുറിച്ചാണോ അതോ ഇനി വേറെ ആരെയും കുറിച്ചാണോ എന്ന്. അവിടെ 6 പെണ്ണുങ്ങളെ ഉള്ളായിരുന്നു, 6 ലേഡീസേ ഉള്ളായിരുന്നു അവിടെ. അപ്പം ഞാനത് ചോദിക്കേണ്ടി വന്നില്ലേ സാർ? അത് ചേച്ചി അത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ആരാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? അത് സന്ദീപ് സേനാണ് പറഞ്ഞത്. സന്ദീപ് സേനും പറഞ്ഞു, അതിൻ്റെ പ്രൊഡ്യൂസർ ഞാനല്ല, രമാദേവിയല്ല, അവനാണെന്ന് പറഞ്ഞു. അവൻ എൻ്റെ കൂടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. മീൻസ് അയാൾ വർക്കിംഗ് പ്രൊഡ്യൂസറായിരുന്നു, അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, പിന്നെ സാന്ദ്ര അതിനകത്തിൽ ഒരു ചായ അന്ന് സന്ദീപ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പൈസയ്ക്കാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ഇല്ലല്ലോ അല്ലേ? കാരണം വെച്ചാൽ അത് എനിക്ക് ഒളിച്ചു വെക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ എന്താണെന്നറിയാം അത്. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് സന്ദീപ് വരുന്നതിന് പിന്നെ ടീയെ നമ്മൾ കൊടുക്കും, സന്ദീപ് പോകുന്നതിന് ടീയെ കൊടുക്കും, അയാൾ കുടിക്കുന്ന ചായക്ക് വരെ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഫുൾ എമൗണ്ടും എൻ്റെ അക്കൗണ്ടിൽ ഗ്രീൻ ടി വി എൻ്റർടൈനേഴ്സ് എന്ന് പറഞ്ഞ മൂവി പ്രൊഡക്ഷൻ്റെ കമ്പനി അതാണ്, അതിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. പിന്നെ ഞാൻ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ആ വ്യക്തിക്കെതിരെ അസോസിയേഷനിൽ പരാതി കൊടുക്കണം? എൻ്റെ പരാതി അവർ സ്വീകരിക്കില്ലല്ലോ. ഞാൻ അവിടുത്തെ മെമ്പർ അല്ലെങ്കിൽ എൻ്റെ പരാതി ഒരിക്കലും അവരെ സ്വീകരിക്കത്തില്ല. അവിടുത്തെ മിനിറ്റ്സ് സാന്ദ്ര എടുത്ത് നോക്കാൻ പറഞ്ഞു. രമാദേവി കൊടുത്തിരിക്കുന്ന പരാതി എന്താണെന്നുള്ളത് ആ മിനിറ്റ്സ് വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി സോറി, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ആ കുട്ടി സാന്ദ്ര ഒരുപാട് ഇങ്ങനെ സോറി പറഞ്ഞു എൻ്റെ അടുത്ത്. ചേച്ചി എനിക്ക് നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞു, പിന്നെ സാന്ദ്ര നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളുണ്ട്, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് വിജയുടെ അടുത്ത് ചോദിച്ചു നോക്ക്, വിജയ് ബാബുവിൻ്റെ അടുത്ത്. വിജയ് ബാബുവിന് ഈ പ്രൊഡക്ഷനുമായിട്ടുള്ള A to Z കാര്യങ്ങൾ അറിയാം. കാരണം പല കാര്യങ്ങളും വിജയാണ് എനിക്ക് അഡ്വൈസ് തന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ മേത്തർ കൊച്ചിയിൽ എനിക്ക് ഫ്ലാറ്റുണ്ട്. അപ്പം മേത്തർ ഗ്രേറ്റ് ഓർച്ചാഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വിജയ്ക്കും ഫ്ലാറ്റുണ്ട്. അപ്പം ഞങ്ങൾ മിക്കവാറും താഴെ വെച്ച് കാണും, സംസാരിക്കും. പിന്നെ എനിക്ക് ഡൗട്ടുള്ള കാര്യം വിജയോട് സംസാരിക്കും. അങ്ങനെയൊക്കെ നമുക്കൊരു അഡ്വൈസ് തന്ന ആളാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള അഡ്വൈസ് തന്ന ഒരാൾ. അപ്പം ഞാൻ പറയും, വിജയോട് ചോദിച്ചാലും അറിയാമായിരുന്നല്ലോ ഇതിനെ. ചേച്ചി ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, ചേച്ചിയും വിജയോട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാന്ദ്ര ഇതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. കാരണം എന്നെ അറിയാമെന്ന് പറയുന്നു, മുന്നേ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, വിജയായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൾ ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ തിരക്കിയിട്ടല്ലേ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടുള്ളൂ. അതല്ലേ അതിൻ്റെ ശരി. നമ്മൾ എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും പറയുകയോ എടുത്തിയാടി പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. അപ്പോൾ നമുക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, സാന്ദ്ര തോമസ് രമാദേവി മാത്രമല്ലല്ലോ പങ്കെടുത്തത്? അല്ല. എന്നിട്ടും ചേച്ചിയുടെ പേര് ആ പത്രസമ്മേളനത്തിൽ പറയാനുണ്ടായ കാരണം പേര് പറഞ്ഞില്ല, പുഷ് ചെയ്തതാ.
പുഷ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തില് ഇപ്പൊ ഒരു അപ്പൊ അസോസിയേഷൻ ഗ്രൂപ്പിസം ഉണ്ട്. ഉറപ്പായിട്ട് അതിനകത്തിൽ ഗ്രൂപ്പിസം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നാണ്. അപ്പൊ അതിലൊരു മാറ്റം വരണ്ടേ? അല്ലെ ജനങ്ങൾ കുട്ടികളല്ലേ? ഉറപ്പായിട്ട് മാറ്റം വരണം. കാരണം ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞാൻ സാന്ദ്രയുടെ കുറേ ഇൻ്റർവ്യൂ ഞാൻ കേട്ടു. സാന്ദ്ര എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ പേഴ്സണലി ഞങ്ങൾ നല്ല അടുപ്പമില്ലെങ്കിലും സാന്ദ്ര എനിക്ക് പണ്ടുതൊട്ടേ അറിയാം. മീൻസ് പല എന്താണ് മൂവീസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസറാണെന്നുള്ളതും എല്ലാം നമ്മൾ കാണുന്നതും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, അപ്പം എല്ലാം അറിയാം. പക്ഷേ സാന്ദ്രയെ പോലെ ഒരാൾ പിന്നെ സ്വന്തം അനുഭവങ്ങളിലൂടെ അല്ലാതെ മറ്റൊരാൾ പറയുന്ന കേട്ട് പറയാൻ നിൽക്കരുതെന്നുള്ള റിക്വസ്റ്റാണ് എനിക്ക് നിൽക്കുന്ന. കാരണം വെച്ചാൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവർക്ക് എടുക്കാം, അവർ തള്ളിക്കളയുമായിരിക്കാം. പക്ഷേ ഈ സാന്ദ്ര ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തികളും, അതായത് രാകേഷ്, സുരേഷ് കുമാർ, ആൻഡോ അങ്ങനെയുള്ള അനിൽ തോമസ്, ഇവരെല്ലാം ഇതിൽ അനിൽ തോമസ് ഒഴിച്ച് ബാക്കി ഈ 4 പേരെയും 90കൾ തൊട്ട് എനിക്കറിയാവുന്ന, 90s തൊട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വളരെ മോശപ്പെട്ട ഒരു സമയം, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും സെപ്പറേറ്റ് ആകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ തകർന്ന് നമ്മൾ തരിപ്പണമായി നിൽക്കുന്ന, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ തകർന്ന് നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് ഇവരെല്ലാം സഹായിക്കാനുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം ഉള്ള കാലം തൊട്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. 90s തൊട്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഈ സുരേഷ് കുമാറും രാകേഷ്, രഞ്ജിത്ത്, മണിയമ്പിള്ള രാജുചേട്ടനും വൈഫും. അങ്ങനെ ഇവരെല്ലാം നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള വേണ്ടപ്പെട്ട ആൾക്കാർ. അവരുടെ വീട്ടിലൊരു 10 പേർക്ക് ആഹാരം കൊടുത്താൽ ഞങ്ങളും ഉണ്ട് അവിടെ. അങ്ങനത്തെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. ഈ രാകേഷ് ഇവരെയൊക്കെ എൻ്റെ അന്ന് തൊട്ടുള്ള ഏകദേശം ഒരു 10-30 വർഷം വരുന്നില്ലേ, അന്ന് തൊട്ട് ഇവരെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആൾക്കാരാണ്. കാരണം ഈ ഒരു മോശപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ത്രീയോട് വളരെ മോശമായിട്ട് സമീപിക്കാനുള്ള കാലഘട്ടം എന്നിലൂടെ കടന്നു പോയിട്ട് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഈ സുരേഷ് കുമാർ ആകട്ടെ, ആൻഡോ ആകട്ടെ, രാകേഷ് ആകട്ടെ, സ്വന്തം സഹോദരിയോടൊന്നല്ലാതെ മറ്റൊരു രീതിയിൽ എന്നെ കണ്ടിട്ടേയില്ല. സമൂഹത്തിലുള്ള പല സ്ത്രീകളും പറയുന്നുണ്ട്, എൻ്റെ ആ സാഹചര്യത്തിൽ അവരെന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അജീസ് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ സാക്ഷ്യത്തിൽ ഞാൻ പറയാം, ഒരാൾ പോലും എൻ്റെ അടുത്ത് ഇന്ന് വരെ മോശമായിട്ട് അനുഭൂതി വന്നിട്ടില്ല. ഒരു നോട്ടമോ ഒരു വാക്കോ എൻ്റെ നേരെ വന്നിട്ടില്ല. 10-12 ദിവസം എന്നെ ഹോട്ടൽ റൂമിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ചു. ഇവരെല്ലാവരും കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, മക്കള് കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടികളായവരുണ്ട്. അപ്പം ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ട് ഇവരൊരു വാർദ്ധക്യത്തിലേക്ക് നടക്കുന്ന ഒരു സമയത്താണ് പണ്ടെന്നെ പീഡിപ്പിച്ചു, പണ്ടെന്നെ കാറിപ്പോയപ്പോൾ അങ്ങനെ ചോദിച്ചു, പണ്ടെന്നെ കാറിപ്പോയപ്പോൾ എന്നെ തൊടാൻ വന്നു, പിടിക്കാൻ വന്നു, പുറകെ കൂടെ വന്ന് കെട്ടിപ്പിടിച്ച്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ എന്തൊക്കെയോ അജണ്ടകളുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിയമങ്ങൾ അന്നില്ലായിരുന്നോ?